അമ്പിളി ചേച്ചി ജോലിയിൽ മുഴുകിപ്പോയോ? ഞങ്ങള് വന്നിട്ടെന്താ ഒരു മൈൻഡ് ഇല്ലാതെ? വന്നത് ഞാൻ കണ്ടു അനു. നിങ്ങളവിടെ സംസാരിച്ചോണ്ട് നിൽക്കുകയല്ലേ. അത് കഴിഞ്ഞ് നീ എന്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്കറിയാം. ഇതെന്താ ഇപ്പൊ എത്ര അർജന്റായിട്ട് തയ്ക്കുന്നത്? ഇന്ന് കൊടുക്കാനുള്ള വല്ലതുമാണോ? അങ്ങനെയൊന്നുമില്ല അനു. ദിവസവും പറ്റാവുന്നത്ര തയ്ക്കും. കാശ് കിട്ടുമല്ലോ. എന്ന് വെച്ചാ അമ്പിളി ഇതൊരു തൊഴിലായി എടുത്തിരിക്കുകയാണെന്ന് അല്ലേ? അതെ ഭാനുമ്മേ, വെറുതെ ഇരുന്നാ ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ആ, നിങ്ങള് വെറുതെ വന്നതാണോ അനു? അവിടെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ആ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലേച്ചി. അച്ഛൻ അവിടെ സ്റ്റേഷനിൽ വന്നിട്ട് മഞ്ചാടിയുമായി നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നില്ലേ. ഞാൻ വിചാരിച്ചത് അച്ഛൻ എന്റെ അടുത്തേക്ക് വരുമെന്നാ. അപ്പോ കാണാൻ പറ്റാത്തോണ്ട് അച്ഛനെയും മഞ്ചാടിയും ഒന്ന് കാണാന്ന് കരുതി വന്നതാ. മഞ്ചാടി എവിടെങ്ങും കണ്ടില്ലല്ലോ. മഞ്ചാടിന്റെ മുറിയിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ശരി, ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാൻ ചേച്ചി. ശരി. നോക്കി, ഇത് നോക്കി, ഇതെന്താ നോക്കി, കണ്ടോ? ലച്ചോട്ടയുടെ കൂടെ കളിക്ക്. മോളെ അനു, തായന്റെ ഓ വരാം മാഷേ. നമുക്ക് പോയി ചായ കുടിക്കാം. ഭാനുമ്മ ചെല്ല്. എനിക്കിപ്പോ ചായ വേണ്ട. ചായ വേണ്ടെങ്കിൽ കുടിക്കണ്ട, അവിടെ വന്നിരിക്കാലോ. അച്ഛനും 5 മക്കളും ഒരുമിച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെയല്ലേ ഭാനുമ്മയെ പോലുള്ളവർക്ക് കാണാൻ പറ്റൂ. വാ ചേച്ചി, ഞങ്ങൾ അവിടുന്ന് വന്നത് എല്ലാരും കൂടി ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ പിന്നെ ചേച്ചി മാത്രം ഇങ്ങനെ മാറി നിന്ന് എങ്ങനെ ശരിയാവും? അത് വന്നാട്ടെ അമ്പിളി, വാ. അയ്യോ ഭാനുമ്മ, എന്റെ ജോലിയെല്ലാം ബാക്കിയാവും. ഒരു ജോലിക്കാരി ഇവിടെ വന്നിരുന്നേ. ഇവിടെ ഇരിക്കും.